നമസ്കാരം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് വീണ്ടും ബാർ കോഴ. ഡ്രൈ ഡേ ഇല്ലാതാക്കാനും ബാർ സമയം കൂട്ടാനും 2.5 ലക്ഷം. ശബ്ദരേഖ പുറത്ത്. സംസ്ഥാനത്ത് വീണ്ടും ബാർ കോഴയ്ക്ക് നീക്കം. മദ്യനയത്തിലെ ഇളവിന് പകരമായി പണപ്പിരിവ് നിർദ്ദേശിച്ച ബാർ ഉടമകളുടെ സംഘടന ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷൻ നേതാവ് അയച്ച ശബ്ദ സന്ദേശം പുറത്ത്. ഡ്രൈ ഡേ ഒഴിവാക്കാനും ബാർ സമയം കൂട്ടാനുമടക്കം ഒരാൾ 2.5 ലക്ഷം രൂപ നൽകണമെന്നാണ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അനിമോൻ ശബ്ദ സന്ദേശത്തിൽ ആവശ്യപ്പെടുന്നത്. സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരമാണ് പിരിവെന്നും സന്ദേശത്തിൽ പറയുന്നു. ഡ്രൈ ഡേ ഒഴിവാക്കൽ, ബാറുകളുടെ സമയം കൂട്ടലടക്കം ബാർ ഉടമകളുടെ ആവശ്യങ്ങൾ പരിഗണിച്ചുള്ള പുതിയ മദ്യനയത്തിന് തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് പണം ആവശ്യപ്പെടുന്ന ശബ്ദ സന്ദേശം പുറത്തു വന്നത്. യുവാവിനെ ഓവുചാലിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പോലീസ് അന്വേഷണം തുടങ്ങി. കാസർഗോഡ് ജില്ലയിലെ ബന്തെടുക്കയിലെ ഓവുചാലിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ബന്തെടുക്ക മംഗലത്ത് വീട്ടിൽ രതീഷാണ് മരിച്ചത്. 40 വയസ്സായിരുന്നു. വീടിന് സമീപത്ത് സ്വന്തമായി വർക്ക്ഷോപ്പ് നടത്തുന്നയാളാണ് രതീഷ്. വർക്ക്ഷോപ്പിന് സമീപത്തെ ഓടയിൽ കമിഴ്ന്നു കിടക്കുന്ന നിലയിൽ ഇന്ന് പുലർച്ചെയാണ് മൃതദേഹം കണ്ടത്. സ്കൂട്ടർ നിർത്തിയിടുന്നതിന് ഇടയിൽ കാൽ തെന്നി തലയിടിച്ച് ഓവുചാലിൽ വീണതാകാമെന്ന് സംശയിക്കുന്നു. ബേഡകം പോലീസ് അന്വേഷണം തുടങ്ങി. മൃതദേഹം കാസർഗോഡ് ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. നിയമപരമായ നടപടിക്രമങ്ങൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുമെന്ന് പോലീസ് അറിയിച്ചു. ആറ്റിങ്ങൽ ഇരട്ട കൊലപാതകം. നിനോ മാത്യുവിന്റെ വധശിക്ഷ റദ്ദാക്കി. അനൂശാന്തിക്ക് ഇരട്ട ജീവപര്യന്തം തന്നെ. ആറ്റിങ്ങൽ ഇരട്ട കൊലപാതക കേസിൽ 1-ാം പ്രതി നിനോ മാത്യുവിന്റെ വധശിക്ഷ ഹൈക്കോടതി റദ്ദാക്കി. വധശിക്ഷ ഒഴിവാക്കണമെന്ന നിനോ മാത്യുവിന്റെ ഹർജി പരിഗണിച്ച കോടതി ശിക്ഷ ജീവപര്യന്തമാക്കി കുറച്ചു. 25 വർഷം പരോളില്ലാതെ നിനോ മാത്യു ശിക്ഷ അനുഭവിക്കണമെന്ന് ഹൈക്കോടതി വിധിച്ചു. 2-ാം പ്രതി അനൂശാന്തിയുടെ ഇരട്ട ജീവപര്യന്ത ശിക്ഷ കോടതി ശരിവെച്ചു. അനൂശാന്തിയുടെ അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളി. 2014 ഏപ്രിൽ 16-നാണ് നിനോ മാത്യു കാമുകി അനൂശാന്തിയുടെ മകൾ, ഭർത്തൃമാതാവ് എന്നിവരെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തിയത്. കൊലപാതക ശ്രമം, തെളിവ് നശിപ്പിക്കൽ, ഗൂഢാലോചന കേസുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയത്. വിചാരണ നടപടികൾ പൂർത്തിയാക്കിയ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി 2 പ്രതികളും കുറ്റക്കാരാണെന്നും കണ്ടെത്തി. സംഘർഷത്തിന് പിന്നാലെ തിയേറ്റർ കോംപ്ലക്സിൽ നിന്നും കാൽ വഴുതി വീണ് യുവാവ് മരിച്ചു. ദുരൂഹത. പത്തനംതിട്ടയിലെ തിയേറ്റർ കോംപ്ലക്സിന് മുകളിൽ നിന്ന് കാൽ വഴുതി വീണ് ഓപ്പറേറ്റർ മരിച്ചു. പത്തനംതിട്ട ട്രിനിറ്റി തിയേറ്ററിലെ ഓപ്പറേറ്റർ ഉമ്മന്നൂർ സ്വദേശി ഭരത് ജോയിയാണ് മരിച്ചത്. 21 വയസ്സായിരുന്നു. ഇന്നലെ രാത്രി 12:30ഓടെയാണ് സംഭവം നടന്നത്. സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് ബന്ധുക്കൾ രംഗത്തെത്തിയിട്ടുണ്ട്. തിയേറ്ററിൽ ഇന്നലെ രാത്രി സംഘർഷം നടന്നിരുന്നു. ഇതിന്റെ തുടർച്ചയാണ് അപകടമെന്ന് പറയുന്നു. അതേസമയം മൂത്രമൊഴിക്കാനായി ഇറങ്ങിയപ്പോൾ തെന്നി വീണുവെന്നാണ് പോലീസ് പറയുന്നത്. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ചെക്ക് ഡാം തുറക്കാനുള്ള ശ്രമത്തിനിടെ ഒരാൾക്ക് ദാരുണാന്ത്യം. കോട്ടയം പാലയിൽ ചെക്ക് ഡാം തുറക്കാനുള്ള ശ്രമത്തിനിടെ ഒരാൾ മുങ്ങി മരിച്ചു. കരൂർ സ്വദേശി ഉറുമ്പിൽ രാജുവാണ് മരിച്ചത്. 53 വയസ്സായിരുന്നു. പാല പയപ്പാർ അമ്പലത്തിന് സമീപത്തെ കവറുമുണ്ടയിൽ ചെക്ക് ഡാം തുറക്കുന്നതിനിടെ രാജുവിന്റെ കൈ പലകക്കിടയിൽ കുരുങ്ങുകയായിരുന്നു. ഇതോടെയാണ് വെള്ളത്തിൽ മുങ്ങി മരണം സംഭവിച്ചത്. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് സംഭവം. വെള്ളത്തിൽ മുങ്ങിയ ശേഷം പലകകൾക്കിടയിൽ കയർ കുരുക്കാനുള്ള ശ്രമത്തിനിടെയാണ് കൈ കുടുങ്ങിയത്. കൈകൾ കുരുങ്ങിയതോടെ ഇദ്ദേഹത്തിന് പുറത്തേക്ക് വരാൻ സാധിച്ചില്ല. കുപ്രസിദ്ധ ഗുണ്ടകളായ അമ്പിളിയും സെയ്യയും അറസ്റ്റിൽ. കുപ്രസിദ്ധ ഗുണ്ടകൾ പോലീസ് പിടിയിൽ. കാപ്പിക്കാട് കൊണ്ണിയൂർ ഈന്തവിള വീട്ടിൽ അമ്പിളി എന്ന് വിളിക്കുന്ന അൻവറിനെയും കൊണ്ണിയൂർ SA മൻസിലിൽ സെയ്യ എന്ന് വിളിക്കുന്ന സെയ്തലിയെയും വിളപ്പിൽശാല പോലീസ് അറസ്റ്റ് ചെയ്തു. മെയ് 18-ന് കൊണ്ണിയൂർ പാലത്തിൽ നിന്നും കൊണ്ണിയൂർ സ്വദേശി വേണുവിനെ തോട്ടിലേക്ക് തള്ളിയിട്ട് വെള്ളത്തിൽ ചവിട്ടിത്താഴ്ത്തി മർദ്ദിച്ച സംഭവത്തിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് അറസ്റ്റ്. നെയ്യാർ വനമേഖലയിൽ ഒളിവിലായിരുന്ന പ്രതികളെ കാട്ടാക്കട DYSP ജയകുമാറിന്റെ നിർദ്ദേശപ്രകാരം വിളപ്പിൽശാല ഇൻസ്പെക്ടർ P രാജേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് അറസ്റ്റ് ചെയ്തത്. കാട്ടാക്കട, വിളപ്പിൽശാല, നെയ്യാർ ഡാം പോലീസ് സ്റ്റേഷനുകളിൽ 10ഓളം കേസുകളിലെ പ്രതിയാണ് ഇരുവരും. ഭൂതത്താൻകെട്ട് ബാരേജിലെ വെള്ളം ഇന്നു മുതൽ നിയന്ത്രണ വിധേയമായി തുറന്നുവിടും. എറണാകുളം ഭൂതത്താൻകെട്ട് ബാരേജിലെ വെള്ളം ഇന്നു മുതൽ നിയന്ത്രണ വിധേയമായി തുറന്നുവിടും. മഴ ശക്തമാകുന്നതിനാൽ ജലനിരപ്പ് 30 മീറ്ററായി ക്രമീകരിക്കാൻ വേണ്ടിയാണ് നടപടി. കുറച്ച് ദിവസങ്ങളായി മഴ ശക്തമാകുന്നതിനാൽ ജലനിരപ്പ് 30 മീറ്ററായി ക്രമീകരിക്കാൻ വേണ്ടിയാണ് ഈ നടപടി. സമീപ പ്രദേശങ്ങളിലുള്ള ജനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. യുവതിയുടെ ആത്മഹത്യയിൽ ഭർത്താവ് അറസ്റ്റിൽ.
പത്തനംതിട്ട കോന്നി പയ്യനാമണ്ണിൽ യുവതിയുടെ ആത്മഹത്യയിൽ ഭർത്താവ് അറസ്റ്റിൽ. വട്ടക്കാവ് സ്വദേശിനി ആര്യ കൃഷ്ണ മരിച്ച കേസിലാണ് ഭർത്താവ് ആശിഷ് അറസ്റ്റിലായത്. ചൊവ്വാഴ്ചയാണ് ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ ആര്യയെ കണ്ടെത്തിയത്. ആത്മഹത്യാ പ്രേരണ, സ്ത്രീധന പീഡന നിരോധന നിയമം എന്നീ വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ആശിഷിനെതിരെ യുവതിയുടെ കുടുംബം മൊഴി നൽകിയിരുന്നു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്കെതിരെ ലൈംഗിക അതിക്രമം. റിട്ടയർഡ് റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥന് 75 വർഷം കഠിന തടവ്. 11കാരിയായ 2 പെൺകുട്ടികളെ ലൈംഗിക അതിക്രമത്തിനിരയാക്കിയ കേസുകളിൽ റിട്ടയർഡ് റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥന് 75 വർഷം കഠിന തടവ് വിധിച്ച് അടൂർ അതിവേഗ സ്പെഷ്യൽ കോടതി. കൊടുമൺ, ഐക്കാട്, തെക്കിനാൽ, കാർത്തികേയൻ സുരേന്ദ്രനെയാണ് സ്പെഷ്യൽ കോടതി ജഡ്ജി ഷിബു ഡാനിയൽ ശിക്ഷിച്ചത്. തടവ് ശിക്ഷയോടൊപ്പം 4,50,000 രൂപ പിഴയും അടയ്ക്കണം. മിമിക്രി താരം കോട്ടയം സോമരാജ് അന്തരിച്ചു. മുതിർന്ന മിമിക്രി താരവും ചലച്ചിത്ര താരവുമായ കോട്ടയം സോമരാജ് അന്തരിച്ചു. മിമിക്രി രംഗത്ത് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള കോട്ടയം സോമരാജ് പ്രശസ്തരായ മിമിക്രി താരങ്ങളോടൊപ്പമെല്ലാം പ്രവർത്തിച്ചിട്ടുണ്ട്. കരുമാടി രാജേന്ദ്രൻ സംവിധാനം ചെയ്ത ഇന്ദ്രപുരാണം എന്ന ചിത്രത്തിന്റെ തിരക്കഥയും സംഭാഷണവും നിർവഹിച്ചിട്ടുണ്ട്. പാൻഡം, ബാംബു ബോയ്സ്, ഇലകൾ പച്ച പൂക്കൾ മഞ്ഞ, ചാക്കോ രണ്ടാമൻ, ആനന്ദ ഭൈരവി, അണ്ണൻ തമ്പി, കിങ് ലെയർ എന്നീ ചിത്രങ്ങളിലാണ് അഭിനയിച്ചിട്ടുള്ളത്.